സോണിയുടെ ജി മാസ്റ്റർ ലെൻസ് സോണിയുടെ ക്യാമറയിൽ യൂസ് ചെയ്തതിനെക്കാട്ടിലും കോൺട്രാസ്റ്റ് ക്യാരക്ടർ കളർ ടോൺ ഉണ്ട്. അത് നിക്കോണിന്റെ സി മൗണ്ടിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റീൽ നിക്കോണിന്റെ ZR ക്യാമറയിൽ സോണിയുടെ 24 ജി മാസ്റ്റർ 1.4 ലെൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. നമുക്കിതിൽ ഓട്ടോ ഫോക്കസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ മേളിൽ കാണുന്ന ക്യാമറ ഡയറക്റ്റ് ഔട്ടും താഴെയുള്ളതിന് സ്ക്രീൻ ഗ്രാബും ആണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നമുക്ക് ജസ്റ്റ് തൊപ്പി വെച്ച് നോക്കാം. നൈസ്. തൊപ്പി വെച്ചിട്ട് ബാക്ക് ലൈറ്റ് സിനാരിയോയിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലൈറ്റ് 100% ആണ്. ജസ്റ്റ് നൈസ്. നമുക്ക് വേറൊരാളെ കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, വാവ്, ദാറ്റ്സ് നൈസ്. അയ്യോ, ചേട്ടനെ പിടിക്കും. ചെറിയ ഹണ്ടിങ് ഉണ്ട്. എനിക്ക് ആ ബാക്കിലൊരു ഫോട്ടോ ഉണ്ട്, അതിലേക്ക് ഹണ്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ക്യാമറയുടെ പുറകിൽ ആരുമില്ല. ക്യാമറ ആക്ച്വലി ബേബി സിറ്റ് ചെയ്യുന്നില്ല. ക്യാമറ ജസ്റ്റ് ട്രൈപോഡിൽ വെച്ചേക്കാണ്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ സെറ്റപ്പ്. വൺ 1.4 തന്നെ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എത്രത്തോളം ഇത് 1.4 ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടിടത്തോളം ഓട്ടോ ഫോക്കസ് നല്ല രീതിയിൽ തന്നെ പിടിക്കുന്നുണ്ട്. നമുക്കൊരു 1.4 മാറ്റിട്ടൊരു 1 സെക്കൻഡ്. ഇപ്പോൾ 1.4ലാണ്. നമുക്ക് 1.4 മാറ്റിയിട്ട് ഒരു 2. ഇപ്പോൾ 2.5ലാണ്. വേരിയബിൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 2.5ലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സ്റ്റിൽ സംഭവം അടിപൊളിയാണ്. എന്തുകൊണ്ട് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല മഞ്ഞാണ്. -17, 18 കണ്ട്. അടുത്ത ആഴ്ച വെതർ ഒന്ന് സെറ്റ് ആവും. അപ്പോൾ നമുക്കിത് പുറത്ത് ഷൂട്ട് ചെയ്യാം. സോഫാർ ഇൻഡോർ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ബാക്ക് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഓട്ടോ ഫോക്കസ് സെറ്റാണ്. ജി മാസ്റ്റർ ലെൻസിന് ആണെന്നില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ ടാമറോണിൻ്റെ ലെൻസിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. സോ ടാമറോണിൻ്റെ ലെൻസ് ഇത്രത്തോളം ഫോക്കസ് റിലയബിൾ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും.